പേപ്പർ 1 UGC നെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനുവരി 2026 നടന്ന നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 നെറ്റ് എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊരു തിയറിയുമായി ബന്ധപ്പെട്ട, ഇതൊക്കെ ഇനി വരുന്ന 1-2 ചോദ്യങ്ങൾ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇത് 2 തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. 2 ആളുകളുടെ, നൊവാക്ക് ആൻഡ് വാൻയാൾഡ്, ഇവരുടെ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. ഇവർ 1985 ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1985. സാധാരണഗതിയിൽ ഇതൊരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ മോഡലിൽ വിശദീകരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് പോരുക എന്നതിൽ നിന്നുപരി ഇവർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറയുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിക്കേഷനും എഫക്റ്റീവ് ആയിരിക്കണമെന്നില്ല. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റേജസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. 5 സ്റ്റേജുകൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് ഇവർ പറയുന്നു. ഈ 5 സ്റ്റേജുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് നമുക്കിവിടെ എഴുതാം. ഈ കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, പോയിൻ്റ് ഓഫ് ഡിപ്പാർച്ചർ. പോയിൻ്റ് ഓഫ് ഡിപ്പാർച്ചർ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് ലൈൻ. എന്താണ് നമ്മുടെ പ്രോബ്ലം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മാസ് ടീമിനോട്, ഒരു ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. താഴെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഒരു തിയറി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരുടെ തിയറിയാണ് നമുക്ക് നോക്കാം. നൊവാക്ക് ആൻഡ് നൊവാക്ക് ആൻഡ് വാണറിഡ് മോഡൽ. നൊവാക്ക് ആൻഡ് വാണറിഡ് മോഡൽ 1985 ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഒരു പബ്ലിക് ക്യാമ്പയിൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊരു കാര്യം ഒരു പബ്ലിക്കിനോട് പറയുക, എന്നിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യുക, ആളുകളിൽ അത് എഫക്റ്റ് ഉണ്ടാവുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുക, ബ്ലൈൻഡ്ലി വെയിറ്റ് ചെയ്യുക എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതിന് 5 സ്റ്റേജുകളുണ്ട്. ഈ സ്റ്റേജുകൾ ഓർഡറായിട്ട് എഴുതാനാണ് ചോദ്യം. ഇതിൽ ഫസ്റ്റത്തെ ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണ്, ഫോർത്ത് ഏതാണ്, ഫിഫ്ത്ത് ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് പോയിൻ്റ് ഓഫ് ഡിപ്പാർച്ചർ എന്നാണ്. ഡിപ്പാർച്ചർ ഇതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റേജ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലെ ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത്
ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുമല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണല്ലോ. അപ്പോൾ അയാൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് മിസ്റ്റേക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, എന്താണ് മിസ്റ്റേക്ക്, എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് വ്യക്തമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഡിഫൈനിങ് the exact problem. നമ്മളൊരു പ്രശ്നം, ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ പറയണം, ഒരു ഓഡിയൻസിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, എന്തിനു വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നതാണ് ഫസ്റ്റത്തെ ഇവരുടെ സ്റ്റേജായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഇതാണ്, ഇ ആണ്. അപ്പോൾ ഇതിലാകെ ഒറ്റൊന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ ഓപ്ഷൻ 3 ആണ് ആൻസർ. രണ്ടാമത് നമുക്ക് നോക്കാം. രണ്ടാമത്തത് ഇൻറ്റൻറ്റഡ് എഫക്റ്റ്. രണ്ടാമത് ഇൻറ്റൻറ്റഡ് എഫക്റ്റ്. ഒരു ഇൻറ്റൻറ്റഡ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റൻറ്റഡ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് വരുന്നത് മാനിപ്പുലേറ്റീവ് ഫാക്ടേഴ്സ്. അതായത് ഇവിടെ നമ്മൾ 2 പറഞ്ഞു, ഇനി 3. മാനിപ്പുലേറ്റീവ് ഫാക്ടേഴ്സ്. മാനിപ്പുലേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയാം, മാനിപ്പുലേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളെന്താണ്, നമ്മൾ സംസാരം, അതുപോലെ ചാനൽസ്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ നിയന്ത്രണത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നിങ്ങളുമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ ഡിവൈസുകൾ ഇവിടെ ഉണ്ട്. ലാപ്ടോപ്പ്, അതുപയോഗിച്ച് ഞാൻ കൺട്രോൾ ചെയ്യുന്നു. മൈക്ക്, സ്ക്രീനുകൾ, പെൻ ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിത് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. എന്താണ് അത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് മാനിപ്പുലേറ്റീവ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാലാമതായിട്ട് വരുന്നത്, ഇതിൻ്റെ ഇടയിലൊന്ന് വിട്ടുമല്ലോ, ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. 3 ഇതല്ല, 3 റിസീവിങ് ഗ്രൂപ്പാണ് കേട്ടോ. റിസീവിങ് ഗ്രൂപ്പ്, 4 മാനിപ്പുലേറ്റിംഗ് ഫാക്ടർ. റിസീവിങ് ഗ്രൂപ്പ് ആർക്കാണോ ആരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഗ്രൂപ്പ് ആരാണെന്ന് ഡിഫൈൻ ചെയ്യാം. അതിനാണ് റിസീവിങ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചെറിയ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ 15-16 വയസ്സുള്ള കുട്ടികളാണ് റിസീവിങ് ഗ്രൂപ്പ്. അത് ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് അത് മാനിപ്പുലേറ്റീവ് ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഒബ്റ്റൈനിങ് എഫക്റ്റ്, അല്ലെങ്കിൽ ഒബ്റ്റൈൻഡ് എഫക്റ്റ്.
നമ്മളെന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാം, ഇതാണ് നമുക്ക് എഫക്റ്റ് പരിശോധിക്കുക, ഫൈനൽ റിസൾട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ റിസർച്ചിലൂടെ, സർവേയിലൂടെ, ഡേറ്റ കളക്ഷനിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാം. അതിനാണ് ഒബ്റ്റെയിൻഡ് എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അതാണ് ഒബ്റ്റെയിൻഡ് എഫക്റ്റ്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ഇവർ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് അത് കമ്മ്യൂണിക്കേഷൻ ആവില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. അതിലൂടെ പ്രോപ്പറായിട്ട് സഞ്ചരിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ 5 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 5 ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷന് പറയുന്നത് പോയിൻ്റ് ഓഫ് ഡിപ്പാർച്ചറാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. പോയിൻ്റ് ഓഫ് ഡിപ്പാർച്ചറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻറ്റൻറ്റഡ് എഫക്റ്റ്, റിസീവിങ് ഗ്രൂപ്പ്, മാനിപ്പുലേറ്റീവ് ഫാക്ടേഴ്സ്, ഒബ്റ്റെയിൻഡ് എഫക്റ്റ്, അങ്ങനെയാണത് അതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇതൊരു തിയറിയും ബേസ്ഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഒരു തിയറി ബേസ്ഡ് ആണ്. ഇവിടെ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും എന്താണ്, ഒരു തിയറി ബേസ്ഡ് കൺസെപ്റ്റാണ്. ഓക്കെ, ജസ്റ്റ് ഇത് ഞാൻ ഇമേജ് റീസ്റ്റോറേഷൻ തിയറി എന്ന് പറയുന്ന തിയറിയുമായി ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇത് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇമേജ് റീസ്റ്റോറേഷൻ തിയറി. ഇതും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണിതും. ഓക്കെ, ഇമേജ് റീസ്റ്റോറേഷൻ തിയറി. ഇമേജ് റീസ്റ്റോറേഷൻ തിയറി. ഇമേജ് റീസ്റ്റോറേഷൻ തിയറി. ഇതിൻ്റെ ഉപജ്ഞാതാവ്, ഇത് കൊണ്ടുവന്ന ആൾ ഇവിടെ എഴുതാം, വില്യം ബെനോയിറ്റ്. വില്യം ബെനോയിറ്റ് ആണ് ഇയാളിത് കൊണ്ടുവന്നത്. നമ്മൾ ഒരാളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരാളുടെ ഇമേജ് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, തകരാറിലായി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് ഇമേജ് റീസ്റ്റോറേഷൻ തിയറിയിൽ പറയുന്നത്. ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സൊസൈറ്റിയിൽ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. എൻ്റെ ഇമേജ് എന്ത് ചെയ്തു, പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെടുക്കാവുന്ന മെഷേഴ്സാണ് ഈ 4 മെഷേഴ്സായിട്ട് ഇവർ പറയുന്നത്, വില്യം ബെനോയിറ്റ് പറയുന്നത്. ഇത് ഓരോ അഫർമേഷൻ, റീഅഫർമേഷൻ, പ്യൂരിഫിക്കേഷൻ, സബ്വേർഷൻ, ഇതൊക്കെ എന്താണെന്നാണ്. ഇതൊക്കെ 4 തരത്തിലുള്ള ഇമേജ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ്. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും, സൊസൈറ്റിയിൽ ഒരാളുടെ ഇമേജ്, സ്ഥാനം, പദവി നഷ്ടപ്പെട്ടു എന്ന് കരുതാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കരുതാം. അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 4 മെത്തേഡുകൾ വില്യം ബെനോയിറ്റ് പറഞ്ഞതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എഴുതണം. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം, സബ്വേർഷൻ നോക്കാം. സബ്വേർഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. സബ്വേർഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒഫെൻസീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതായത് ഒഫെൻസീവാണ്, ആളുകളെ ഇത് നെഗറ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഒഫെൻസീവ് സ്ട്രാറ്റജി. ഇത് നമ്മൾ ഒരാളുടെ നമ്മുടെ ഇമേജ് തകരാറിലായി എന്ന് കരുതാം. അങ്ങനെ വരുന്ന സമയത്ത്
നമ്മുടെ ഓപ്പോസിറ്റായ ആളുടെ പബ്ലിക് റെപ്യൂട്ടേഷനും ഇമേജും ഒക്കെ എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അതിനാണ് എന്ത് പറയാം, സബ്വേർഷൻ എന്ന് പറയാം. ജസ്റ്റ് നമുക്കത് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദ ആക്ട് ഓഫ് ആക്റ്റീവ്ലി attacking an opponent's പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ പബ്ലിക് റെപ്യൂട്ടേഷൻ. അങ്ങനെ മറ്റൊരാളുടെ, നമ്മുടെ എതിരാളിയുടെ പബ്ലിക് ഇമേജ് കൂടി തകർത്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഇമേജിനെയും നമ്മുടെ ഇമേജ് പോലെ നെഗറ്റീവാക്കി മാറ്റാം. ഇതിനാണ് സബ്വേർഷൻ എന്ന് പറയാം. അറ്റംപ്റ്റ് ടു അണ്ടർമൈൻ ആൻ ഇമേജ്, മറ്റൊരാളുടെ ഇമേജ് താഴ്ത്തി കെട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സബ്വേർഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇമേജ് എന്ത് ചെയ്യാം, താഴ്ത്തിക്കെട്ടും. ഇനി അടുത്തത് നോക്കാം, പ്യൂരിഫിക്കേഷൻ അല്ലേ. രണ്ടാമതായിട്ട് പ്യൂരിഫിക്കേഷൻ എടുക്കാം. ഇവരെ പുസ്തകത്തിൽ പറയുന്ന അതേ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും റീബ്രാൻഡ് ചെയ്യുക. ഇതിനാണ് ക്രിയേറ്റിംഗ് എ മെൻ്റൽ ഇമേജ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റുക. നമ്മൾ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതൊക്കെ മാറ്റിയിട്ട് പുതിയ എന്തായിട്ട് കൊണ്ടുവരിക, റീബ്രാൻഡ് ആക്കിയിട്ട് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ് ആണെങ്കിൽ ഒരു സ്ലൈറ്റ് പൂർണ്ണമായിട്ടും തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കാലി സ്ലൈറ്റ് പോലെ നമ്മൾ പുതിയ സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നതിനാണ് എന്താ പറയുക, പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം. ജസ്റ്റ് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിളെല്ലാം ഇങ്ങനെ പറയാം, വി വൈപ്പ് the slate totally clean. To introduce a brand new perspective. ഓക്കെ, ഇത് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഇമേജ് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുക, പുതിയൊരു സ്ഥാപനം പുതിയൊരു പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഇമേജ് തിരിച്ചെടുക്കണതിനാണ് എന്താ പറയുക, പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം. ഇതിനെ നമുക്കെന്താ ക്രിയേഷൻ ഓഫ് മെൻ്റൽ ഇമേജ് എന്നും പറയാം. നമുക്കതിനെന്താ ഓപ്ഷൻ 3, ഓപ്ഷൻ 2 അല്ലേ. പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് പെർട്ടിക്കുലർ മെൻ്റൽ ഇമേജ് ഫോർ ദ ഓഡിയൻസ്. അതായത് നിലവിലുള്ള ഇമേജ് മാറ്റിയിട്ട് പുതിയ ഇമേജ് കൊണ്ടുവരിക. ഓൾറെഡി നമ്മളൊരു സ്ഥാപനം നിലവിലുണ്ടായിരുന്നു, അതിൻ്റെ റീബ്രാൻഡ് ചെയ്തിട്ട് പുതിയ ഇമേജ് ആളുകൾക്കിടയിൽ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുക, പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം. അടുത്തത് അഫർമേഷൻ. അഫർമേഷൻ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിലവിലുള്ള നമ്മൾ എന്ത് ചെയ്യുക, എവരിഡേ മെയിൻ്റനൻസിനാണ് എന്ത് ചെയ്യുക, അഫർമേഷൻ എന്ന് പറയാം.
നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടെ പോളിഷ് ചെയ്ത് മിനുക്കി എടുക്കണതിനാണ് എന്ത് പറയാം, അഫർമേഷൻ എന്ന് പറയാം. റിഫൈനിങ് ദ ഇമേജ്, നമുക്കെന്ത് പറയാം, റിഫൈനിങ് ദ ഇമേജ് എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എവരിഡേ മെയിൻ്റനൻസ് ആണ്, എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു എവരിഡേ മെയിൻ്റനൻസ് ആണ് അഫർമേഷൻ എന്ന് പറയാം. റിഫൈനിങ് ദ ഇമേജ് അത് നമ്മൾ നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ 3 ഇതാ, റിഫൈനിങ്, അഫർമേഷൻ, റിഫൈനിങ് ദ പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ഇമേജ് ഓഫ് ദ ഓഡിയൻസ്. നിലവിലുള്ള ഇമേജിൽ ചെറിയ മാറ്റം വരുത്താം. അടുത്തതാണ് റീവൈറ്റലൈസിങ് അല്ലെങ്കിൽ റീ അഫർമേഷൻ. റീ അഫർമേഷൻ ഇത് നിലവിലുള്ള എന്താണ്, അപ്പോൾ ഇത് നശിച്ചു പോയ ഇമേജ് റീസ്റ്റോർ ചെയ്യണതിനല്ല റീവൈറ്റലൈസേഷൻ എന്ന് പറയാം. പഴയത് കാലഹരണപ്പെട്ടു പോയ പഴയ ഇമേജിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പറയാം ഓൾഡ് റീവൈറ്റലൈസ് old forgotten dusty image. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, മൈക്രോമാക്സ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അൽക്കാട്ടൽ, ഇതൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു ബ്രാൻഡായിരുന്നു. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ ഇമേജൊക്കെ സൊസൈറ്റിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അംബാസിഡർ കാറ്, ഇതൊക്കെ മുമ്പ് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും പ്രൊഡക്റ്റുകളൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ ബ്രാൻഡ് റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫർമേഷൻ എന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നിലവിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നതാണ് അത് കാലഹരണപ്പെട്ടു പോയ കുറേ കാര്യങ്ങളായിരിക്കും. ഒരു ഉദാഹരണം, ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അംബാസിഡർ കാർ, മുമ്പ് ഉണ്ടായിരുന്ന കാറായിരുന്നു, എല്ലാവർക്കും ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കാറ്. അപ്പോൾ അതിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനാണ് എന്താ പറയുക, അഫർമേഷൻ അല്ലെങ്കിൽ വൈറ്റലൈസേഷൻ അല്ലെങ്കിൽ റീ അഫർമേഷൻ എന്ന് പറയാം. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ സംഭവം മെയിനായിട്ട് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഇമേജ് റീസ്റ്റോറേഷൻ തിയറി, വില്യം ബെനോയിറ്റിൻ്റെ ഇമേജ് റീസ്റ്റോറേഷൻ തിയറിയാണ്. ഈ തിയറിയിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒരാളുടെ ഇമേജ്, സൊസൈറ്റിയിൽ ഒരാളുടെ ഇമേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 4 രീതികളുണ്ട് ആ ഇമേജ് തിരിച്ചെടുക്കാൻ. അതിൽ ഒന്നാമത്തെ രീതിയാണ് സബ്വേർഷൻ, അത് എതിരാളിയെ തകർത്തുകൊണ്ടുള്ള രീതിയാണ്. പ്യൂരിഫിക്കേഷനും റീഅഫർമേഷനും അഫർമേഷനൊക്കെ ശരിക്ക് എന്താണ്, വ്യക്തിപരമായിട്ടുള്ള ചേഞ്ചുകളിലൂടെ ഉണ്ടാവുന്ന ഇമേജസാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നോർമൽ വേയിലൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഇമേജാണ്. ഇതാണിപ്പോൾ ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. View of mass communication as a representation of shared belief where reality is produced, maintained, repaired and transformed is known as. ഇതൊരു തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിതും. ഇതും മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളാണ്. ഇത് ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ജെയിംസ് ഡബ്ല്യു
കാരി എന്ന വ്യക്തിയാണ് ഈ എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ 1975 അദ്ദേഹം എഴുതിയ ഒരു എസ്സേ ഉണ്ട്. ഈ എസ്സേയുടെ ബേസിലാണ് ഈ കൺസെപ്റ്റ് രൂപപ്പെട്ടത്. എസ്സേയുടെ ടൈറ്റിൽ വരുന്നത് എ കൾച്ചറൽ അപ്രോച്ച് ടു കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഇദ്ദേഹം പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രധാനമായി 2 തരത്തിലുള്ള വ്യൂ പോയിന്റുകളുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. അതിൽ ഒന്നാമത്തെ വ്യൂ പോയിന്റ് ആണ് ട്രാൻസ്മിഷൻ മോഡൽ. രണ്ടാമത്തേതാണ് റിച്വൽ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ റിച്വൽ മോഡൽ എന്നും പറയാറുണ്ട്. ഇത് രണ്ടും എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. സാധാരണഗതിയിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒരേ തരത്തിലുള്ളതായിരുന്നു എന്ന ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ 2 കാറ്റഗറികൾ ഇദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡെപ്ത് പഠനം ഇദ്ദേഹം ആരംഭിച്ചു. ഇതിൽ നമുക്ക് ട്രാൻസ്മിഷൻ മോഡൽ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചോദ്യം നോക്കാം. കമ്മ്യൂണിക്കേഷൻ റെപ്രസെൻറ്റേഷൻ where reality is produced, maintained, repaired and transferred is known as. മെയിൻറ്റെയിൻഡ്, റിപ്പയർഡ്, പ്രൊഡ്യൂസ്ഡ്, ട്രാൻസ്ഫോംഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് ചോദ്യം. ഇതിൽ ഒന്നാമതാണ് ട്രാൻസ്മിഷൻ മോഡൽ. ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനാണ് ട്രാൻസ്മിഷൻ മോഡൽ. നമ്മൾ പറഞ്ഞല്ലോ. ട്രാൻസ്മിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നോർമലി ഉണ്ടാവുന്ന ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിക്കാണ് എന്ന് പറയാം ട്രാൻസ്മിഷൻ മോഡൽ എന്ന് പറയാം. അതിൻ്റെ മീനിങ് സെൻഡിങ് ഇൻഫോർമേഷൻ അക്രോസ് space from sender to receiver. അതായത് ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗോള് എന്ന് പറയുന്നത് എഫിഷ്യൻസി ആൻഡ് കൺട്രോൾ. ഇവിടെ എന്താണ് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിച്ചും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനൊക്കെ പറ്റും എന്ന് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നു. മറ്റൊന്നാണെന്ത്, നേരത്തെ പറഞ്ഞ റിച്വൽ മോഡൽ. റിച്വൽ മോഡൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റിയിലെ കൾച്ചർ സംരക്ഷിച്ച് നിർത്തുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു എന്ന് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നു. മെയിൻറ്റെയിനിങ്
ഷെയർഡ് കൾച്ചർ, മെയിൻറ്റെയിനിങ് ഷെയർഡ് കൾച്ചർ, അതായത് അക്രോസ് ദ ടൈം അങ്ങും കൂടി ആഡ് ചെയ്യാം. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, ഒരു സൊസൈറ്റിയുടെ കൾച്ചർ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല ഇതിൽ വരുന്ന മറ്റൊരു പോയിന്റും കൂടി ഉണ്ട്, അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ചോദ്യം പറയുന്നുണ്ടല്ലോ. ഓക്കെ, ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതാണ്? റിയാലിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്, മെയിൻറ്റെയിൻഡ്, റിപ്പയർഡ്, ട്രാൻസ്ഫോംഡ്. ഇദ്ദേഹത്തെ ഈ എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻഡ് ആണ്, അതുപോലെ തന്നെ റിപ്പയർഡ് ആണ്. ഇവിടെ എഴുതി വെക്കാം. റിയാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, റിപ്പയർഡ്, ഷെയർഡ് കൾച്ചറൽ സെറിമണി ആൻഡ് ഷെയർഡ്. സംസ്കാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തലമുറയിൽ നിന്നും വ്യക്തിയിൽ നിന്നും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരമുണ്ട്. വ്യൂ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആസ് എ representation of shared beliefs where reality is produced, maintained, repaired and transformed. അപ്പോൾ ചോദ്യത്തിൽ തന്നെയാണ് ഉത്തരം റിച്വൽ പേഴ്സ്പെക്റ്റീവ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊസൈറ്റിയിലെ സംസ്കാരം, കമ്മ്യൂണിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ പറ്റും എന്നിവർ പറയുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത മോഡൽ, ഇത് ആൻസർ കീ അല്ല, ഇതിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 1. ഓപ്ഷൻ 1 എവിടെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള അപ്രോച്ചുകൾ എന്തിൽ വരുന്നുണ്ട്, ഈ കൾച്ചറൽ അപ്രോച്ച് തന്നെ 2 തരത്തിലുള്ള അപ്രോച്ചുകൾ വരുന്നുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. അതിൽ ഒന്നാണെന്ത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞ മോണോക്രോണിക് അപ്രോച്ച്. അടുത്തതാണ് പോളിക്രോണിക് അപ്രോച്ച്. മോണോക്രോണിക് അപ്രോച്ച്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മോണോക്രോണിക് അപ്രോച്ച് എപ്പോഴും ഒരു സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ മോണോക്രോണിക് അപ്രോച്ച് പറയുന്നത്. ഇത് രണ്ടും, ഈ കൺസെപ്റ്റുകൾ രണ്ടും പറയുന്നത് എഡ്വേർഡ് ടി ഹാൾ എന്ന് പറഞ്ഞ ആളാണ്. ഇവരുടെ ഡെഫിനിഷനാണ് ഈ മോണോക്രോണിക്കും അതുപോലെ പോളിക്രോണിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ മോണോക്രോണിക് എന്ന് പറഞ്ഞാൽ അത് ഒരു സമയത്ത് ഒരു ഡ്യൂട്ടി, ഒരു വർക്ക് മാത്രമേ ചെയ്യുള്ളൂ. പോളിക്രോണിക് എന്ന് പറഞ്ഞാൽ
ഒരു സമയത്ത് ഒന്നിലധികം മൾട്ടി ടാസ്കിങ്ങുകൾ ചെയ്യുന്ന രീതിയാണെന്ന് പറയാം, പോളിക്രോണിക് എന്ന് പറയാം. ഇതൊക്കെ എന്താ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഇതും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യനിലുണ്ട്. സാധാരണഗതിയിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ 5 കൂടുതലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി താഴെ പറയുന്ന ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റീവ് എഫക്റ്റ് ഓഫ് ടൈം ഈസ് നോൺ ആസ്. ഈ ടൈമിനെ എഫക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്താണ് എന്നാണ് ചോദ്യം. അതിൽ പറയുന്നത് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് ഉത്തരം പറയുന്നത്. ഇവിടെ എഴുതാം. ക്രോണമിക്സ്. ക്രോണമിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്രോണോ എന്ന വാക്കിനർത്ഥം ടൈം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്രോണോമിക്, ഇവിടെ ടൈം എന്ന് പറഞ്ഞ ചോദ്യം വന്നപ്പോൾ കൊടുക്കാൻ കാരണം ക്രോണോ എന്ന് പറഞ്ഞ ടൈം എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ പറയുന്നപ്പോൾ നമ്മൾ നമ്മുടെ ടൈം, ഒരാളുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ടൈം അയാളുടെ പേഴ്സണാലിറ്റിയെയും ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യത്തെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ കഴിയും എന്നാണ് ഇത് പറയുന്നത്. ഇത് തിയറി ആരുടേതാണ് നോക്കട്ടെ. ഓക്കെ, ആരുടേതാണെന്ന് പറയണില്ല. അപ്പോൾ ഇത് പറയണത് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുക, ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ വൈകിയാണ് വന്നത്. ചില പ്രോഗ്രാമുകൾ, ചില ക്ലാസ്സുകൾ നടക്കുമ്പോൾ നേരത്തെ നമ്മളെത്തും. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ മടങ്ങി വരില്ല. ഇതൊക്കെ ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൻ്റെ പരാജയമാണ് ശരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വരുന്നതും വരാതിരിക്കുന്നതും, ഇൻ്റർവ്യൂവിന് 10-20 മിനിറ്റ് മുമ്പ് എത്തുന്നതും, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ലേറ്റായി എത്തുന്നതും, ഇമെയിലിൻ്റെ റിപ്ലൈ കൊടുക്കാനുള്ള സമയം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ടൈം ഫ്രെയിം വെച്ചുകൊണ്ട്, ടൈം ഫ്രെയിം ശരിക്കും എന്താണ്, ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പ്രോപ്പറായിട്ട് എത്താൻ വൈകി എന്നാൽ അത് നമുക്ക് അതിനുള്ള താല്പര്യം കുറവാണ് എന്ന് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ടൈം വെച്ചുകൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയാം, ക്രോണമിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പ്രോബ്ലം സാധാരണഗതിയിൽ ഇതൊരു ആവറേജ് പ്രോബ്ലമാണ് കേട്ടോ. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ചൊരു വലിയ പ്രോബ്ലമാണ് ഇത്. നിങ്ങൾക്ക് ഞാൻ PYQ ഡെയിലി ടാസ്ക് തന്ന സമയത്ത് നമ്മളിത് തന്നിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഇതെന്താണെന്നുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. 3 years ago the average age of a family of 5 members was 17. അതായത് 3 വർഷം മുമ്പ്, 3 years ago, 3 വർഷം മുമ്പ് 5 മെമ്പറുള്ള ഫാമിലിയുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 17 ആയിരുന്നു. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്തു, പുതിയൊരു കുട്ടി കൂടി ജനിച്ചു. അതായത് ഇപ്പോൾ 3 year കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നൗ പ്രസൻറ്റ് ഏജ് ഓഫ് എ ബേബിയുടെ ഏജാണ് ചോദിക്കുന്നത്. പുതിയൊരു കുട്ടി ജനിച്ചു, പക്ഷേ ആവറേജ് ഏജിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ ഏജ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയാം. 3 വർഷം മുമ്പ് ഒരു ഫാമിലിയിൽ 5 മെമ്പറുള്ള ഒരു ഫാമിലിയുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 17 ആയിരുന്നു. ഇന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ ഫാമിലിയുടെ ആവറേജ് അതായത് 17 തന്നെയാണ്, ചേഞ്ച് ഒന്നും വന്നില്ല. അപ്പം പ്രസൻറ്റ് ഏജ് ഓഫ് എ ബേബി
എന്നാണ് ചോദ്യം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാ സം ഓഫ് ഏജ്, അതായത് നമുക്ക് എന്താണ് ടോട്ടൽ. ഇപ്പോൾ 5 ആൾക്കാരുണ്ടെന്ന് കരുതാം. ഒരു സ്ഥലത്ത് എന്താണ് കുറച്ച് പേജ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഏജ് എത്രയെന്ന് നോക്കാം. സം ഓഫ് ദ ഏജ്, സം ഓഫ് ഏജ് അത് 5 ആൾക്കാരുടെയും സം ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് ഏജ് ഇൻറ്റു നമ്പർ ഓഫ് മെമ്പർ. അപ്പോൾ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എത്ര? ഇനി നമുക്ക് ഓരോ വർഷത്തെ കാൽക്കുലേറ്റ്, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓരോ വർഷത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 3 വർഷം മുമ്പ്, 3 ഇയർ എഗോ മെമ്പർ എത്രയുണ്ട്? ഫാമിലി മെമ്പേഴ്സ് 5 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് 5. എത്ര വർഷമാണ്? ആവറേജ് ഏജ് 17ആണ്. 17 ഇൻറ്റു 5 എത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 85 കിട്ടും. ഓക്കെ, ഇപ്പോൾ 85 ടോട്ടൽ എന്താണ് സം ഓഫ് ഏജ്. 5 ആൾക്കാരുടെ ഏജുകളും കൂട്ടിയാൽ കിട്ടുന്ന ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞാൽ 85. ഇനി നമുക്ക് അടുത്ത് ഇപ്പോൾ ടുഡേയ്സ് ഏജ് വിത്തൗട്ട് ബേബി, കുട്ടിയില്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 5 വർഷം ആണ്, 5 വർഷം മുമ്പുള്ള കഥയാണ്. പിന്നെ 3 വർഷം കൂടിയല്ലോ അല്ലേ? അപ്പോൾ 3 വർഷം ഓരോരുത്തർക്കും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 5 ഇൻറ്റു 3 15 വയസ്സ് ടോട്ടൽ കൂടി. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് ടോട്ടൽ വയസ്സ്, എല്ലാവരുടെയും ടോട്ടൽ വയസ്സ് പറഞ്ഞാൽ 85 അല്ലേ? 85. 3 വർഷം കൂടുമ്പോൾ എല്ലാവർക്കും 15, എല്ലാവരും വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 15 കൂടി കൂടും. അപ്പോൾ ടോട്ടൽ എത്രയായി? 100 വയസ്സായി. 100 വയസ്സ് പറഞ്ഞാൽ ഈ 5 ആൾക്കാരുടെയും ടോട്ടൽ വയസ്സ് ഇപ്പോൾ 100 വയസ്സായിരിക്കും. ഓക്കെ, പിന്നെ ഇതിക്ക് എന്ത് ചെയ്തു? ഒരു കുട്ടി കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. കുട്ടി 6ാമത്തെ മെമ്പറാണല്ലോ അല്ലേ? 6 മെമ്പർ. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 5 അഡൾട്ട് പ്ലസ് ഒരു ബേബി, 6 മെമ്പറായി. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഏജ് സെയിം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് ഏജ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? 6 ഇൻറ്റു 17 കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? 6 ഇൻറ്റു 17 102. അപ്പോൾ 6 ഇൻറ്റു 17 102 ആയതുകൊണ്ട് ഒറിജിനൽ വയസ്സ് ഒരാളത് കുട്ടിയുടേത് ഒഴിവാക്കിയിട്ടുള്ള വയസ്സ് 100 ആയതിനാൽ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 102 മൈനസ് 100 ബാക്കി 2 കിട്ടും അല്ലേ? അപ്പോൾ 2 വയസ്സാണ് കുട്ടിയുടെ വയസ്സ് എന്ന് മനസ്സിലാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ആദ്യം നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 5 മെമ്പേഴ്സിൻ്റെ ആവറേജ് ഏജ് ആണ്. 5 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്പറിൻ്റെ വയസ്സ് 3, 5, 8, 9, 10 എത്രയാവാം. അത് എന്താണ് ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ആ 5 മെമ്പേഴ്സിൻ്റെയും ടോട്ടൽ ഏജ് കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17 കിട്ടും എന്നാണ് പറഞ്ഞത്. 3 വർഷം മുമ്പ്. പിന്നെ ഒരു കുട്ടി 3 വർഷത്തിന് ശേഷം ജനിച്ചു, അപ്പോഴും ആവറേജ് ഏജ് 17 തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ബേബിയുടെ പ്രസൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം
3 വർഷം മുമ്പുണ്ടായിരുന്ന ഏജ് എത്രയെന്ന് നോക്കി. 5 × 17. അപ്പോൾ ടോട്ടൽ 85 വയസ്സാണ്. എല്ലാവരുടെ വയസ്സും കൂടി കൂട്ടിയാൽ 3 വർഷം മുമ്പ് ഉണ്ടാവുക. പിന്നെ ടുഡേ ഇന്ന് നോക്കി, കുട്ടീൻ്റെ പേര് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ കൂട്ടി നോക്കി. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ 85 പിന്നെ 15. 15 എന്ന് പറഞ്ഞാൽ 3 വർഷം കൂടിയല്ലോ. 5 പേർക്കും 3 വയസ്സ് കൂടി. അപ്പോൾ 5 × 3 15. ഈ 85 ഓൾറെഡി കഴിഞ്ഞു കിട്ടി. 3 വർഷം മുമ്പ് 85 ആയിരുന്നു. അതിക്ക് 15 കൂടി കൂടിയപ്പോൾ 100 അപ്പോൾ ടോട്ടൽ വയസ്സ് 100 വയസ്സാണ് നമുക്ക് മനസ്സിലായി. ഇനി 6ാമത്തെ മെമ്പറിനെ കൂടി ആഡ് ചെയ്തു. 6ാമത്തെ മെമ്പർ ആഡ് ചെയ്യുമ്പോഴും 17 തന്നെയാണ് ആവറേജ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ 6 × 17 കിട്ടിയാൽ ആവറേജ് കിട്ടും. അപ്പോൾ 102 നമുക്ക് എന്ത് കിട്ടിയത്, 6 × 17 കൂട്ടിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ബേബിയെ കൂടാതെ, കുട്ടിയെ കൂടാതെ നമുക്ക് ഉള്ള വയസ്സ്, ടോട്ടൽ വയസ്സ് 100. കുട്ടിയും കൂടി വന്നാൽ ടോട്ടൽ വയസ്സ് 102. അപ്പോൾ പിന്നെ രണ്ടും കുറച്ച് കഴിഞ്ഞാൽ 2 ആൻസർ കിട്ടുക. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇതാണ് ഇതിൽ വരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഒരു ടോപ്പിക്ക് ഏതായിരുന്നു, ഓക്കെ, ആദ്യം പറഞ്ഞതല്ല, രണ്ടാമത് പറഞ്ഞതാണ്. ഓക്കെ, ഇതാ ഇമേജ് റീസ്റ്റോറേഷൻ തിയറി. ഇത് പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇമേജ് റീസ്റ്റോറേഷൻ തിയറി. ഇതിൽ പറയുന്ന ടേംസൊക്കെ മറ്റു പല തിയറികളിലും വരുന്ന ടേംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ സംഭവിച്ചേക്കാം ഈ തിയറിയിൽ. ഇമേജ് റീസ്റ്റോറേഷൻ തിയറിയുടെ ആൻസർ നമ്മൾ പറഞ്ഞത്, ഒരു മിനിറ്റ്, ഇതിലേതായിരുന്നു, അഫോർമേഷൻ 3, അതുപോലെ റീസ്റ്റോറേഷൻ 5. ഇതാണ് ഓപ്ഷൻ ഏതാണ്, 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ അഫോർമേഷനും പ്യൂരിഫിക്കേഷനും റീഅഫോർമേഷനൊക്കെ വേറെയും കുറേ തിയറികളിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് ഒന്ന് ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇതിൽ 4 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 10 യൂണിറ്റുകളാണല്ലോ ഉള്ളത്. ഈ 10 യൂണിറ്റുകളിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതം ഉണ്ടായിരിക്കും പേപ്പർ 1-ൽ. 10 യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതം 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ എന്നാണെങ്കിലും ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ മറ്റേ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലാണെങ്കിലും ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യും, ഓരോന്നിനും 5 ചോദ്യങ്ങൾ 10 മാർക്കിന് വീതം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ സൈറ്റിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും, ഡൗൺലോഡ് ചെയ്തെടുക്കാവും, ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആൻസർ നിങ്ങൾ തന്നെ പരമാവധി കണ്ടെത്താൻ ശ്രമിക്കുക. ആൻസർ എത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് പഠിക്കാത്ത ചോദ്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, നമ്മൾ 10 യൂണിറ്റുകളും ഡിസ്കസ് ചെയ്തു. എന്നതിന് ശേഷമാണ് PYQ സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ശരിക്കും സിലബസിൽ നിന്ന് പുറത്തിട്ടുള്ള, സിലബസിൽ നിന്ന് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സിലബസിൽ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അതിൽ നിന്നൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആണ് എന്ത് വരുന്നത്, തിയറികൾ, വ്യത്യസ്ത തരത്തിലുള്ള തിയറികളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ യൂണിറ്റ് വൈസ് നോട്ടുകൾ വായിച്ചു എന്ന് കരുതിയിട്ട് ഒരു ധാരണ ഉണ്ടാവും എന്നല്ലാതെ നെറ്റ് ക്ലിയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 5 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരമാവധി ഡിസ്കസ് ചെയ്യുക. ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു ചോദ്യം നമ്മൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കുറേ ആൾക്കാരെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു തിയറി ഉണ്ടാവും, അല്ലെങ്കിൽ ഇയർ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മൊത്തമായിട്ട് പഠിക്കുക. വ്യക്തികളുടെ പേര് തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫുൾ കൺസെപ്റ്റുകളും തിയറികളും ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. മാത്രമല്ല ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടിൽ എഴുതി വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. അതിലൊക്കെ അവൈലബിൾ ആയിരിക്കും, ടെക്സ്റ്റിലുണ്ടായിരിക്കും. മാത്രമല്ല ജസ്റ്റ് എവിടെയും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ?
ഓക്കെ. അപ്പോൾ ഇന്ന് എനിക്കൊരു ക്ലാസ്സും കൂടി ഉണ്ട്, അടുത്തൊരു ക്ലാസ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.